കൂടെ വസിക്കണമേ നാഥാ, കൂടെ വസിക്കണമേ. നാഥാ, കൂടെ വസിക്കണമേ 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 നാഥാ, കൂടെ വസിക്കണമേ. പുലക്കാല സൂര്യൻ ചിരിതൂകും ചന്ദ്രനായി നാഥാ, കൂടെ വസിക്കണമേ നാഥാ, കൂടെ വസിക്കണമേ അലിവേറും സ്നേഹമ അലയാരി പോലെ നാഥാ, കൂടെ വസിക്കണമേ 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 നാഥാ, കൂടെ വസിക്കണമേ. മുറിയുന്നൊരപ്പമ ചൊരിയുന്ന ചോരയായി നാഥാ, കൂടെ വസിക്കണമേ നാഥാ, കൂടെ വസിക്കണമേ സഹനത്തിൻ വേളയിൽ ആശ്വാസമേകുവാൻ നാഥാ, കൂടെ വസിക്കണമേ 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 നാഥാ, കൂടെ വസിക്കണമേ. നാഥാ, കൂടെ വസിക്കണമേ 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 ഹല്ലേലൂയ വസിക്കണമേ നാഥാ, കൂടെ വസിക്കണമേ നാഥാ, കൂടെ വസിക്കണമേ
സ്വരത്തോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോയിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോയെ നോക്കി കർത്താവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അത്ഭുത ശക്തിയുടെ നിമിഷമാണല്ലോ. സ്വതന്ത്രമായ സ്തുതികൾ ഉയരട്ടെ. നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. നിന്റെ വീടിനോട് ഉയർന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. നിന്റെ പ്രിയപ്പെട്ടവരോടുകൂടെ കർത്താവിനെ സ്തുതിക്കട്ടെ. നിന്നിലൂടെ വിശ്വാസ ജീവിതത്തിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നവരോടുകൂടെ കർത്താവിനെ സ്തുതിക്കട്ടെ. സ്വരമുയരട്ടെ. സ്വരമുയരട്ടെ. നിന്റെ ഭവനം ദൈവസ്തുതി കൊണ്ട് നിറയട്ടെ. നിന്റെ കൂടെയുള്ളവരിലേക്ക് ദൈവസ്തുതി നിറയട്ടെ. മോനെ, നിന്റെ വിശ്വാസം വഴി അനേക രക്ഷ പ്രാപിക്കട്ടെ. അതിനാൽ ഭവനത്തെ സമർപ്പിച്ച് സ്തുതിക്കുക. കൂടെയുള്ളവരെ സമർപ്പിച്ച് സ്തുതിക്കുക. കർത്താവിത കൂടെ വസിക്കുന്നു. ദിവ്യ ശക്തിയായി കൂടെ വസിക്കുന്നു. ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കൂടെ വസിക്കുന്ന ഈശോയിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ ഉയരുമ്പോൾ ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ നേർക്കെന്ന പോലെയും ദാസിമാരുടെ കണ്ണുകൾ നാഥയുടെ നേർക്കെന്നതുപോലെയും ഉയരുകയാണ്. അതിനാൽ കത്തുന്ന മുൾപ്പടർപ്പിലേക്ക് മോശ നോക്കി ചാമ്പലാകാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അത്ഭുതത്തോടുകൂടെ നോക്കി. മോനെ, തിരുവോസ്തിയിലേക്ക് ഒരത്ഭുതം കാണുന്ന വിശ്വാസത്തോടെ ഒന്ന് നോക്കുക. മോളെ, തിരുവോസ്തിയിലേക്ക് ഒരത്ഭുതം കാണുന്നത് പോലെ നോക്കുക. എന്നിട്ട് ഈശോയോട് ചോദിക്കുക, എന്തേ എൻ്റെ കൂടെ വസിക്കുന്നത്? എന്തേ സ്വർഗ കവാടങ്ങൾ തുറന്ന് എൻ്റെ കൂടെ തിരുവോസ്തി രൂപനായി അവതരിച്ചത് എന്തേ കർത്താവേ എന്ന് ചോദിക്കുക മനസ്സിൽ. കർത്താവിൻ്റെ ഈ സാന്നിധ്യം നിന്റെ രക്ഷയ്ക്കു വേണ്ടി, നിന്റെ രക്ഷയ്ക്കു വേണ്ടി പിതാവായ ദൈവം നൽകുന്ന സ്നേഹ ചുംബനമായി ഈശോയുടെ സാന്നിധ്യത്തെ ഒന്ന് കാണാൻ കഴിയുന്നത് ഒരു ഭാഗ്യമല്ലേ? എന്തേ യേശുവേ എൻ്റെ കൂടെ വസിക്കുന്നത്? കൂടെ വസിക്കുന്നതിൻ്റെ കാരണം ഇതാ ദൈവം വെളിപ്പെടുത്തുകയാണ്. കരുത്തുറ്റ കരത്താലും
അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും മഹാശക്തിയാലും നീട്ടിയ ഭുജത്താലും നിന്നിൽ പ്രവർത്തിക്കാനാണ് ഞാൻ കൂടെ വസിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാറൂക്ക് പ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തി തരികയാണ്, ഞാൻ എന്തേ നിന്റെ കൂടെ വസിക്കുന്നത്, ഞാൻ എന്തേ നിന്റെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നത്. കരുത്തുറ്റ കരത്താൽ, അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, മഹാശക്തിയാൽ, നീട്ടിയ ഭുജത്താൽ നിന്നിൽ പ്രവർത്തിക്കാനാണ് ഞാൻ കൂടെ വസിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഇരു കരങ്ങളും യേശുവിലേക്ക് നീട്ടി ഉയർത്തിപ്പിടിക്കാം. ഇരു കരങ്ങളും യേശുവിലേക്ക് നീട്ടി ഉയർത്തിപ്പിടിക്കാം. മുട്ടുകുത്തി നിൽക്കുകയാണ്. ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തുക. എന്നിട്ട് ഈശോയോട് പ്രാർത്ഥിക്കുക, കൂടെ വസിക്കാൻ മനസ്സായ കർത്താവേ, കരുത്തുറ്റ കരത്താൽ, അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, മഹാശക്തിയാൽ, നീട്ടിയ ഭുജത്താൽ എന്നിൽ പ്രവർത്തിക്കണമേ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, കരുണയുള്ള ദൈവമേ, കരുണയുള്ള ദൈവമേ, കരുതലുള്ള ദൈവമേ, കരുതലുള്ള ദൈവമേ, കരുത്തുറ്റ കരത്താലും, കരുത്തുറ്റ കരത്താലും, അത്ഭുതങ്ങളാലും, അത്ഭുതങ്ങളാലും, അടയാളങ്ങളാലും, അടയാളങ്ങളാലും, മഹാശക്തിയാലും, മഹാശക്തിയാലും, നീട്ടിയ ഭുജത്താലും നീട്ടിയ ഭുജത്താലും എന്നിൽ പ്രവർത്തിക്കുവാൻ പ്രവർത്തിക്കുവാൻ മനസ്സായതിന് ഞാൻ നന്ദി പറയുന്നു. നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ഈശോയേ, എന്റെ ഈശോയേ, എന്റെ കർത്താവേ, എന്റെ കർത്താവേ, കരുത്തുറ്റ കരത്താൽ, കരുത്തുറ്റ കരത്താൽ, അത്ഭുതങ്ങളാൽ, അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, അടയാളങ്ങളാൽ, മഹാശക്തിയാൽ, മഹാശക്തിയാൽ, നീട്ടിയ ഭുജത്താൽ നീട്ടിയ ഭുജത്താൽ എന്നിൽ പ്രവർത്തിക്കണമേ. എന്നിൽ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ കൂപ്പിപ്പിടിക്കുക, കരങ്ങളെ കൂപ്പിപ്പിടിക്കുക. എന്തേ കർത്താവേ കൂടെ വസിക്കുന്നത്? ഈശോ പറയുകയാണ്, കൂടെ വസിക്കുന്നത് നിന്നിൽ പ്രവർത്തിക്കാനാണ്. കൂടെ വസിക്കുന്നത് നിന്നിൽ പ്രവർത്തിക്കാനാണ്. കർത്താവ് എപ്രകാരമാണ് എന്നിൽ പ്രവർത്തിക്കാൻ പോകുന്നത്? കർത്താവേ, എപ്രകാരമാണ് എന്നിൽ അവിടുന്ന് പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നത്? ദൈവത്തിൻ്റെ വചനം കർത്താവിൻ്റെ നമ്മിലെ പ്രവർത്തനത്തെ കുറിച്ച് ഇത് വീണ്ടും വെളിപാട് നൽകുന്നു. കർത്താവിൻ്റെ വചനം വെളിപാട് നൽകുകയാണ്. കർത്താവ് വലത്ത് കൈയുടെ കരുത്തു പ്രകടമാക്കുന്നു. കർത്താവ് പ്രവർത്തിക്കുന്നത് തന്റെ വലതു കരത്തിന്റെ കരുത്തിലൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പ്രവർത്തിക്കുന്നത് തന്റെ വലതു കരത്തിന്റെ കരുത്ത് പ്രകടമാക്കിക്കൊണ്ടാണെന്ന്. അപ്പോൾ എൻ്റെ കർത്താവ് എന്തു ചെയ്യാൻ പോകുന്നു? തൻ്റെ വലത് കരം കൊണ്ടാണ് നമ്മിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കാനായിട്ട് ഒരുങ്ങുന്നത്. കർത്താവേ, നിന്റെ വലത് കരത്തിന്റെ കരുത്ത് ഈ വിശ്വാസിയിൽ പ്രകടമാക്കണമേ. കർത്താവേ, കർത്താവേ, നിന്റെ വലത് കരത്തിന്റെ കരുത്തുണ്ടല്ലോ, ഇതുവരെ ഞാൻ അനുഭവിക്കാത്തത്.
ഇതുവരെ ഞാൻ അനുഭവിക്കാത്തത്. കർത്താവേ, നിന്റെ വലതു കരത്തിന്റെ കരുത്ത് ഇപ്പോൾ എന്നിൽ നീ പ്രകടമാക്കണമേ. നമ്മുടെ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിക്കാം. കർത്താവിന്റെ നേരേക്ക് ഉയർത്ത്. നീ കാണുന്ന കർത്താവിന്റെ നേരേക്ക് ഉയർത്താം വലതുകരം. നിന്റെ വലതുകരം കർത്താവിന്റെ പക്കലേക്ക് അങ്ങ് ഉയർത്ത്. വചനം പറഞ്ഞില്ലേ, കർത്താവ് തന്റെ വലത് കരത്തിന്റെ കരുത്ത് പ്രകടമാക്കാൻ പോവുകയാണ്. എങ്കില് കർത്താവ് വലത് കരം നീട്ടുമ്പോൾ അത് നിന്റെ കരത്തെ സ്പർശിക്കാനാണ്. കുഷ്ഠരോഗിയുടെ കൈകളിൽ കർത്താവിന്റെ വലത് കരം തൊട്ടു. മരിച്ചവനില് കർത്താവിന്റെ വലത് കരം തൊട്ടു. അന്ധന്റെ കണ്ണുകളില് കർത്താവിന്റെ വലത് കരം കൊണ്ട് കരുത്ത് പ്രകടമാക്കി. മരിച്ചവനിൽ കർത്താവ് വലത് കരത്തിന്റെ കരുത്ത് പ്രകടമാക്കി. എങ്കിൽ നിന്നിൽ കർത്താവ് വലത് കരത്തിന്റെ കരുത്ത് പ്രകടമാക്കുകയാണ്. കൈകൾ നീട്ടിപ്പിടിക്കുക, എന്നിട്ടൊന്ന് സ്തുതിച്ചോ, വിളിച്ചു പ്രാർത്ഥിച്ചോ, ആവശ്യമുള്ളത് ചോദിക്കുക, കരഞ്ഞു വിളിച്ചു പ്രാർത്ഥിക്കുക. സ്വരമുയരട്ടെ, സ്വരമുയരട്ടെ, സ്വരമുയരട്ടെ. വീണ്ടും വിളിച്ചേ മക്കളെ, ഒന്ന് വിളിച്ചേ. വലത് കരത്തിന്റെ കരുത്ത്, വലത് കരത്തിന്റെ കരുത്ത്. യേശുവേ, ഇതാ അത്ഭുത രാത്രിയാ, അത്ഭുത രാത്രിയാ, അത്ഭുതങ്ങളുടെ രാത്രിയാണ്. ഈ രാത്രിയിൽ കർത്താവ് തന്റെ വലതുകരം നിന്റെ കൈകളിലേക്ക് നീട്ടുന്നു. കരുത്ത് പ്രകടമാകുകയാണ്. സ്തുതിക്കേ, നീതിമാന്മാർ സ്തുതിക്കട്ടെ, ജയഘോഷം മുഴങ്ങട്ടെ. നീതിമാന്മാർ സ്തുതിക്കട്ടെ, കൂടാരത്തിൽ ജയഘോഷം ഉയരട്ടെ. നിന്റെ ഭവനത്തിൽ ജയഘോഷം ഉയരട്ടെ, നിന്റെ ബെഡിൽ ജയഘോഷം ഉയരട്ടെ, നീ ആയിരിക്കുന്ന മുറിയിൽ ജയഘോഷം ഉയരട്ടെ. നീതിമാന്മാരായി കർത്താവിന് ജയഘോഷം മുഴക്കുമ്പോൾ ആ വലതുകരം നീട്ടുന്നു. ശക്തി പ്രകടമാകുന്നു, കരുത്ത് പ്രകടമാകുന്നു. ജയഘോഷങ്ങൾ ഉയരട്ടെ. ഇരു കരങ്ങളും ഉയരട്ടെ. ഇപ്പോൾ ദൈവസ്തുതികൾ ഉയരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നൽകണമേ നാഥാ, സൗഖ്യം 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 നൽകണമേ. കരുത്തുറ്റ കരത്താൽ കർത്താവ് നമ്മിൽ പ്രവർത്തിക്കുന്നു. വലിയ വിശ്വാസത്തിന്റെ നിറവിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് വലത് കരത്തിന്റെ കരുത്തു പ്രകടമാക്കി നിന്നിൽ പ്രവർത്തിക്കുവാൻ വലിയ വിശ്വാസത്തിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. യേശു
കാനാൻകാരി സ്ത്രീയോട് പറഞ്ഞില്ലേ, മോളെ നിന്റെ വിശ്വാസം വലുതാ, മോളെ നിന്റെ വിശ്വാസം വലുതാ, എനിക്ക് പ്രവർത്തിക്കാൻ, എന്റെ കരത്തിന്റെ കരുത്ത് പ്രകടമാക്കാൻ വലിയ വിശ്വാസത്തിന്റെ അകമ്പടി മതി. ഈ വലിയ വിശ്വാസം നമുക്ക് കർത്താവിനോട് തന്നെ ചോദിക്കാം. വിശ്വാസത്തിൽ വലിയ വിശ്വാസം എനിക്ക് തരണേ കർത്താവേ. എന്നിൽ അങ്ങേക്ക് പ്രവർത്തിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്ന വലിയ വിശ്വാസം ഇന്ന് എനിക്ക് തരണമേ. ഈ നീട്ടിപ്പിടിച്ച കൈകള് ആ വലിയ വിശ്വാസത്തിന് വേണ്ടിയുള്ള ചോദ്യമാണ്. ഈ ജ്വലിക്കുന്ന കണ്ണുകള് ആ വലിയ വിശ്വാസത്തിന് വേണ്ടിയുള്ള ആഗ്രഹമാണ്. ഈ തുറക്കുന്ന അധരങ്ങള് വലിയ വിശ്വാസത്തിന് വേണ്ടിയാണ്. കർത്താവേ തരണമേ, കർത്താവേ തരണമേ. കരുത്തുറ്റ കരം പ്രകടമാക്കാൻ എനിക്ക് വലിയ വിശ്വാസം തരണേ കർത്താവേ എന്ന് യേശുവിനോട് ചോദിക്കുക. കൈകൾ നിവർത്തി പിടിക്കുക, കണ്ണുകൾ തുറക്കുക, അധരം തുറക്കുക. വലിയ വിശ്വാസം തരണേ കർത്താവേ. വിശ്വാസം നൽകണമേ, വലിയ വിശ്വാസം നൽകണമേ. ഒരുമിച്ച് പാടാം. വിശ്വാസം നൽകണമേ, വലിയ വിശ്വാസം നൽകണമേ. ഒന്ന് നീട്ടിപ്പിടിച്ചു പാടുകേ. വിശ്വാസം നൽകണമേ, വലിയ വിശ്വാസം നൽകണമേ. ഒരിക്കൽ കൂടെ പാടി പ്രാർത്ഥിച്ചേ. വിശ്വാസം നൽകണമേ, വലിയ വിശ്വാസം നൽകണമേ. അബ്രാഹത്തെ പോലെ നമുക്ക് ചോദിക്കാം. വിശ്വാസം നൽകണമേ, വലിയ വിശ്വാസം നൽകണമേ. നോഹയോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. വിശ്വാസം നൽകണമേ, വലിയ വിശ്വാസം നൽകണമേ. ഏലിയായെ പോലെ നമുക്കും വിളിച്ചു പ്രാർത്ഥിക്കാം. വിശ്വാസം എല്ലാവരും ചേർന്ന് വലിയ വിശ്വാസം നൽകണമേ. പൂർവ്വപിതാക്കന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസം സ്വരമുയരട്ടെ. വലിയ വിശ്വാസം നൽകണമേ. സകല പ്രവാചകന്മാരോടൊപ്പം വിളിക്കാം. വിശ്വാസം നൽകണമേ, വലിയ വിശ്വാസം നൽകണമേ. രാജാക്കന്മാർക്കൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. വിശ്വാസം ഓ ദൈവമേ, നൽകണമേ, വലിയ വിശ്വാസം നൽകണമേ. അപ്പസ്തോലന്മാരോട് കൂടെ വിളിക്കാം. വിശ്വാസം നൽകണമേ, ഓ ദൈവമേ, വലിയ വിശ്വാസം നൽകണമേ. മറ്റുള്ളവർക്ക് ജീവിതത്തിന്റെ ഉറപ്പ് നൽകുന്ന വിശ്വാസം. വിശ്വാസം ഓ ദൈവമേ, നൽകണമേ, കർത്താവേ, വലിയ വിശ്വാസം നൽകണമേ. സ്തുതിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാൻ വിളിച്ചു പ്രാർത്ഥിക്കാം. പോരാ പോരാ. വലിയ വിശ്വാസം നൽകണമേ. അഭിഷേകത്തോടെ പാടി പ്രാർത്ഥിക്കാം. ഈശോയേ, വിശ്വാസം നൽകണമേ, ആമേൻ. കരങ്ങൾ ഉയരട്ടെ, കരങ്ങൾ ഉയരട്ടെ. വിശ്വാസം നൽകണമേ. ആ ഉയർത്തിയിരിക്കുന്ന കൈകളിൽ ഒരു വിശ്വാസമുണ്ടല്ലോ. വിശ്വാസം നൽകണമേ, ആ സ്വരത്തിലൊരു വിശ്വാസമുണ്ടല്ലോ. വിശ്വാസം നൽകണമേ. ആ ചലിക്കുന്ന അധരങ്ങളിൽ ഒരു വിശ്വാസമുണ്ടല്ലോ. വിശ്വാസം നൽകണമേ, ഈ നിൽപ്പിലൊരു വിശ്വാസമുണ്ടല്ലോ.
ആഗ്രഹമുണ്ടല്ലോ, അതെല്ലാം വലിയതാക്കി മാറ്റണമേ കർത്താവേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം നൽകണമേ, വലിയ വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരടയാളത്തിന് വേണ്ടി, ഒരത്ഭുതത്തിന് വേണ്ടി എന്റെ വിശ്വാസം കണ്ട കർത്താവേ, ഈ കണ്ണുനീര് കണ്ട കർത്താവേ, ഈ കൈകൾ കണ്ട കർത്താവേ. ഹല്ലേലൂയ. യേശുവേ. വിശ്വാസം നൽകണമേ കർത്താവേ. ഇത് കണ്ട കർത്താവേ, ഈ കണ്ണുനീര് കണ്ട കർത്താവേ, ഈ കൈകള് കണ്ട കർത്താവേ, ഈ സ്വരം കേട്ട കർത്താവേ, ഈ മുഖം കണ്ട കർത്താവേ, ഇതല്ലേ എന്റെ വിശ്വാസം. തുതിക്ക് മക്കളെ, തുതിക്ക് മക്കളെ. ഹല്ലേലൂയ. ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദല ഹമല. യേശുവേ. വലിയ വിശ്വാസം കർത്താവിന് പ്രവർത്തിക്കാൻ, വലിയ വിശ്വാസം കർത്താവിന് പ്രവർത്തിക്കാൻ, കരത്തിന്റെ കരുത്ത് പ്രകടമാക്കി പ്രവർത്തിക്കാൻ മതിയാകുന്നു എന്ന കർത്താവിന്റെ വചനം. എന്താണ് വലിയ വിശ്വാസത്തിലൂടെ നമ്മളൊക്കെ സ്വന്തമാക്കുന്നത്? കാനാൻകാരി യേശുവിന്റെ മുമ്പിൽ പറഞ്ഞു, കർത്താവേ, നായ്ക്കൾ യജമാനന്മാരുടെ മേശയിൽ താഴെ വീഴുന്നത് അവർക്ക് അവകാശപ്പെട്ടതല്ലേ? മേശയിൽ മക്കളുടെ അവകാശമുണ്ട്, മേശയ്ക്ക് താഴെ നായുടെ അവകാശമില്ലേ? അപ്പോൾ ഈശോ പറഞ്ഞു, മോളെ, നിന്റെ വിശ്വാസം വലുതാ. എന്റെ മുമ്പിൽ അവകാശത്തോടെ സൗഖ്യം ചോദിക്കുന്നതാണ് ഞാൻ വലിയ വിശ്വാസമായി പരിഗണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവമകനെ, അങ്ങനെയെങ്കിൽ ദൈവമകളെ, അങ്ങനെയെങ്കിൽ ദൈവമകളെ, ദൈവമകനെ, വലിയ വിശ്വാസം എന്ന് പറഞ്ഞാല് നിന്റെ അവകാശം ചോദിക്കലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ മുമ്പില് അവകാശം ചോദിക്കാൻ മാത്രം വിശ്വാസമുണ്ടോ നിനക്ക്? എങ്കിൽ ഹല്ലേലൂയ പറയ്. കർത്താവിന്റെ മുമ്പില് അവകാശം ചോദിക്കാൻ മാത്രമുള്ള വിശ്വാസം നിനക്കുണ്ടോ? കർത്താവിന്റെ മുമ്പിൽ അവകാശം ചോദിക്കാൻ മാത്രമുള്ള വിശ്വാസമുണ്ടോ? എങ്കിൽ രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. നീ ആഗ്രഹിക്കുന്ന നന്മ
അത് നിന്റെ അവകാശമാണ് എന്ന് കർത്താവിന്റെ മുമ്പിൽ ചോദിക്കാനുള്ള വിശ്വാസം നിനക്കുണ്ടെങ്കിൽ സ്വരമുയർത്തി ഹല്ലേലൂയ പറയാം. എങ്കിൽ കർത്താവ് നിനക്ക് നൽകുന്ന ഉറപ്പെന്തെന്നറിയോ? അത്ഭുതങ്ങളുടെ കാലമൊന്നും ഇന്നലെ ആയിരുന്നില്ല, അത് ഇന്നാണ്. ഹല്ലേലൂയ. അടയാളങ്ങളുടെ കാലം ഇന്നലെയല്ല, അത് ഇന്ന്, ഈ നിമിഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ആഗ്രഹിക്കുന്ന നന്മ നിന്റെ ദൈവത്തിൽ നിന്ന് എന്റെ അവകാശം എന്ന കണക്ക് ചോദിക്കാനുള്ള വിശ്വാസം നിനക്കുണ്ടെങ്കിൽ തമ്പുരാൻ പറഞ്ഞു തരികയാണ്, അത്ഭുതങ്ങളുടെ കാലം ഇന്നലെ ആയിരുന്നില്ല, അത് ഇന്നാണ്. അടയാളങ്ങളുടെ കാലം ഇന്നലെ ആയിരുന്നില്ല, അത് ഇന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൽ ആനന്ദിക്കുക. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങളുടെ കാലം അവസാനിച്ചിട്ടില്ല, അത് ഇന്നാണ്, അത് ഈ നിമിഷമാണ്. ആഗ്രഹിക്കുന്ന നന്മ നിന്റെ അവകാശമാണ്. ആഗ്രഹിച്ചോ മനസ്സിൽ? ആഗ്രഹിച്ചോ മനസ്സിൽ? വലിയ വിശ്വാസത്തോടെ ആഗ്രഹിച്ചോ മനസ്സിൽ? എങ്കിൽ അത് നിന്റെ അവകാശമാണെന്നുള്ള വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഇന്നാണ് അത്ഭുതങ്ങളുടെ നിമിഷം, അടയാളങ്ങളുടെ കാലം ഇന്നാണ്. അങ്ങ് പ്രഖ്യാപിച്ചുകൊണ്ട് ആനന്ദിച്ച് പാടിയേ, അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, ദൈവമേ. അടയാളങ്ങൾ തോർന്നിട്ടില്ല, കാലത്തിൽ ഈ ലോകത്തിൽ. കൈകളടിച്ച് ശക്തിയോടെ കരങ്ങൾ തട്ടി പോരാ, ശക്തിയോടെ കരങ്ങൾ തട്ടി ആ നിൽക്കുന്ന ഇടങ്ങളിൽ ഒന്ന് സ്വാതന്ത്ര്യം അനുഭവിച്ചേ, നിൽക്കുന്ന ഇടങ്ങളിൽ സ്വാതന്ത്ര്യം അനുഭവിച്ചേ. നീതിമാന്മാരുടെ കൂടാരമായി മാറട്ടെ, ജയഘോഷങ്ങൾ ഉയരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന നന്മ അതെന്റെ അവകാശമാണ്. ആ വിശ്വാസമാണ് ഈ കൈകൾ തട്ടുന്നതിൽ. ഓരത്തെ ആനന്ദിച്ചു പാട്. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല, കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല, കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല, കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല, കാലത്തിൽ ഈ ലോകത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. കൈകൾ ഉയർത്തി കൈകളടിക്കാം, കൈകൾ ഉയരട്ടെ, കൈകൾ ധരിക്കട്ടെ. നിന്റെ നന്മ അത് ദൈവത്തിന്റെ പദ്ധതിയാണ്, അത് നിന്റെ അവകാശമാണ്. ആ അവകാശത്തോടു കൂടിയാണ് ഞാനിത് പ്രഖ്യാപിക്കുന്നത്. കരങ്ങൾ ഉയരട്ടെ, കൈകൾ അടിച്ച് കർത്താവിനെ വാഴ്ത്തട്ടെ. കൈകൾ താഴ്ത്തി കൈയടിച്ചു പാടാം. സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോൾ, ഓ സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോൾ. കയ്യും മെയ്യും അനക്കി പാടി. സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോൾ, ഓ സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോൾ. തൃക്കരമെന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ. തൃക്കരമെന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ. തൃക്കരമെന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ. തൃക്കരമെന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ. ഗുണങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല, കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല, കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല, കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല, കാലത്തിൽ
ചാടിപ്പാട്. നിന്റെ രോഗശൈലിയിലേക്ക് യേശു നടന്നു വരുന്നു. തുള്ളി ചാടിപ്പാട്. കിടക്കും കണ്ണീർക്കുഴിയിൽ ദൈവമേ, നിന്റെ രോഗശൈലിയിലേക്ക് യേശു നടന്നു വരുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ. അവകാശമല്ലേ? ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. അവകാശമല്ലേ? ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ. ഇതെന്റെ അവകാശമാണ്. ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. രോഗക്കിടക്ക മടക്കിയെടുത്തു, ശാപക്കിടക്ക ചുരുട്ടിയെടുത്തു, ജീവനിലേക്ക് നടന്നു പോകും നീ. ജീവനിലേക്ക് നടന്നു പോകും നീ. പെരുമഴ പോൽ പെയ്യുന്നു. അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു. അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ യുഗത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ യുഗത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല കാലത്തിൽ ഈ യുഗത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല കാലത്തിൽ ഈ യുഗത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു. അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു. അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. ഹല്ലേലൂയ 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 കൈകൾ നെഞ്ചോട് ചേർത്ത് വെക്കുക. കണ്ണുകളെ മൃദുവായി അടയ്ക്കുക. നിന്റെ രക്ഷയ്ക്ക്, നിന്റെ സൗഖ്യത്തിന്, നിന്റെ വിടുതലിന് പിതാവായ ദൈവം നൽകിയ സ്നേഹ ചുംബനമാണ് കർത്താവായ യേശുക്രിസ്തു. നിന്റെ രക്ഷയ്ക്ക്, നിന്റെ വിടുതലിന്, നിന്റെ സമൃദ്ധിക്ക് പിതാവായ ദൈവം നൽകിയ സ്നേഹ ചുംബനമാണ് കർത്താവായ യേശുക്രിസ്തു. വലിയ വിശ്വാസത്തോടെ നിൽക്കുന്ന നിനക്കിപ്പോൾ ആ സ്നേഹ ചുംബനം കർത്താവ് ഇതാ നൽകാൻ പോകുന്നു. അത് നീ ആഗ്രഹിക്കുന്ന നന്മയായി, നീ ആഗ്രഹിക്കുന്ന സൗഖ്യമായി, നീ ആഗ്രഹിക്കുന്ന വിടുതലായി പൊന്നു തമ്പുരാൻ ഇതാ നിന്നെ ഒരു മുത്തം നൽകാൻ, ഒരു സ്പർശനം നൽകാൻ, ഒരു ചുംബനം നൽകാൻ ഇതാ കർത്താവ് മനസ്സായിരിക്കുന്നു. കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ശിരസ് നന്നായി കർത്താവിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഇതാ ആ സ്നേഹസ്പർശനം, ആ സ്നേഹ ചുംബനം കർത്താവ് നൽകുകയാണ്. നിന്റെ കൈകളിലായിരിക്കാം, കണ്ണിലായിരിക്കാം, നട്ടലിലായിരിക്കാം, നിന്റെ ശരീരഭാഗത്തായിരിക്കാം, ആന്തരിക അവയവങ്ങളിലായിരിക്കാം, കയ്യിലോ കാലിലോ ആയിരിക്കാം. കർത്താവ് എവിടെയാണോ സ്പർശിക്കുന്നത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതും നീ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ളത് കർത്താവിന്റെ സ്പർശനം കടന്നു വരുന്നു. നീ സ്തുതിച്ചുകൊണ്ടിരിക്കുക മാത്രം ചെയ്യുക. നീ സ്തുതിച്ചുകൊണ്ടിരിക്കുക മാത്രം ചെയ്യുക. നിൽക്കുന്ന ഇടങ്ങളിൽ തന്നെ നിന്നുകൊണ്ട് ഒരു മിനിറ്റ് ഒന്ന് സ്തുതിക്കുക. കർത്താവ് നിന്നെ സ്പർശിക്കും. കർത്താവ് നിന്നെ സ്പർശിക്കും. കുഷ്ഠരോഗിയെ സ്പർശിച്ച കർത്താവ്, അന്ധനെ സ്പർശിച്ച കർത്താവ്, തളർവാദ രോഗിയെ സ്പർശിച്ച കർത്താവ്, മരിച്ചവനെ സ്പർശിച്ച കർത്താവ്. ആ കർത്താവിന്റെ സ്പർശനം നിനക്ക് ജീവൻ നൽകാൻ പിതാവ് അയച്ച സ്നേഹ ചുംബനവുമായി ഇതാ നിന്നെ സ്പർശിക്കുന്നു. കർത്താവേ, ജീവൻ നൽകുവാനും അത് സമർത്ഥമായി നൽകുവാനുമായി എനിക്ക് മുമ്പിൽ തിരുവോസ്തിരൂപനായി അവതരിച്ച ഈശോയുടെ അനുഗ്രഹ ആശീർവാദം വലിയ വിശ്വാസത്തിന്റെ നിറവിൽ നമുക്ക് സ്വീകരിക്കാം. മുട്ടുകുത്താം, കരങ്ങളെ കൂപ്പാം. ജീവൻ നൽകാനും
അത് സമർത്ഥമായി നൽകാനുമായി തിരുവോസ് തിരൂപനായി വന്ന കർത്താവിൻ്റെ അനുഗ്രഹ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങ് പൂർത്തിയാക്കുമ്പോ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങ് പൂർത്തിയാക്കുമ്പോ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ